Hello everyone, welcome to Eye Opener video of Thanam Smart Savings and Investment Solution. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ മൾട്ടി ബാഗർ സ്റ്റോക്കുകളായി വരാൻ പോകുന്ന ചില സ്റ്റോക്കുകളെ പരിചയപ്പെടുകയാണ്. മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ എന്നാൽ എക്സ്പോണൻഷ്യൽ റിട്ടേൺ നൽകാൻ കഴിവുള്ള കമ്പനികളാണ്. പലപ്പോഴും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരട്ടിയോ മൂന്നിരട്ടിയോ ഒക്കെ ആക്കി തീർക്കാൻ കഴിവുള്ള കമ്പനികളാണ് ഈ മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ. 2025 ഇന്ത്യ ശക്തമായ സാമ്പത്തിക വളർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിരവധി കമ്പനികൾ സാധ്യതകളായി നിലകൊള്ളാറുണ്ട്. ഒരുപാട് കമ്പനികൾ ഈ ഒരു സാധ്യതയുമായിട്ട് നിലകൊള്ളുന്നുണ്ട്. വരുമാനം കൂട്ടാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് അത്തരം ഓഹരികൾ തിരിച്ചറിയുന്നത് വളരെ നിർണായകമാണ്. മൾട്ടി ബാഗർ എന്നുള്ള ഒരു ടേം തന്നെ ഉദ്ദേശിക്കുന്നത് അതിന്റെ വാങ്ങിയ വിലയുടെ ഒന്നിലധികം മടങ്ങ് ഒരു വർഷം കൊണ്ട് വളരാൻ കഴിവുള്ള ഒരു സ്റ്റോക്ക് എന്നതാണ്. ഇത്തരത്തിൽ 2025 പ്രധാനപ്പെട്ട മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ അവയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യലും മാർക്കറ്റ് പൊസിഷനിങ് അടിസ്ഥാനമാക്കി നമുക്ക് പഠന വിധേയമാക്കാം. അപ്പൊ സ്റ്റോക്കുകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രധാനമായും 2 സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് കെയ്ൻസ് ടെക്നോളജി. 2008 സ്ഥാപിതമായ കെയ്ൻസ് ടെക്നോളജി ഒരു മുൻനിര എൻഡ്-ടു-എൻഡ് IoT സൊല്യൂഷൻസ് നൽകുന്ന ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ഓട്ടോമോട്ടീവ്, വ്യാവസായിക, എയറോസ്പേസ്, പ്രതിരോധം, ബഹിരാകാശം, ന്യൂക്ലിയർ, മെഡിക്കൽ, റെയിൽവേ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, കമ്പനി ലോജിക്കൽ ഡിസൈൻ, പ്രോസസ് എഞ്ചിനീയറിംഗ്, ഇന്റഗ്രേറ്റഡ് കൺസ്ട്രക്ഷൻ എന്നിവയിലാണ് അവരുടെ ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കെയ്ൻസ് ടെക്നോളജിയുടെ ടെക്നിക്കൽ പെർഫോമൻസ് ചാർട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയിലെ, ഒരു മാസത്തെ, ഒരു വർഷത്തെ പെർഫോമൻസ് നമ്മൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ്, പ്രൊമോട്ടർ 57%, FII 14%, DII 16%, പബ്ലിക് 11%, പബ്ലിക് 11.25%. ഇനി ഇമ്പോർട്ടന്റ് റേഷ്യോസ് ചാർട്ട് നമുക്ക് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 126 ആണ്. ഏർണിംഗ് പെർ ഷെയർ 21.1, റേഷ്യോസ് 5.19. 2008 സ്ഥാപിതമായ കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ് ഓട്ടോമോട്ടീവ്, എയറോസ്പേസ്, പ്രതിരോധം, മെഡിക്കൽ, IoT, IT മേഖലകളിലുടനീളം ഒരുപാട് സൊല്യൂഷൻസ് നൽകുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് നിർമ്മാണ കമ്പനിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വരുമാനത്തിൽ 29.26%, അറ്റാദായം 69.52% എന്നിവയുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വരുമാനത്തിൽ 29.26%, അറ്റാദായത്തിൽ 69.52% എന്നിവയുടെ CAGR പ്രകടമാക്കി കമ്പനി ശ്രദ്ധേയമായ വളർച്ച കാണിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ 160.31% റിട്ടേണും 2 വർഷത്തിനുള്ളിൽ 735.15% റിട്ടേണും കമ്പനി കാണിച്ചിട്ടുണ്ട്. ഇതൊരു അൺയൂഷ്വൽ ഗ്രോത്ത് ആണ്. 737.15% 2 വർഷത്തിനുള്ളിൽ. വർഷം തോറും സ്റ്റോക്ക് ഏതാണ്ട് 135%-നടുത്ത് ആവറേജ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ഒരു സ്റ്റോക്കുകളിൽ ഒന്നായിട്ട് കെയ്ൻസ് ടെക്നോളജി മാറിയിട്ടുമുണ്ട്. വളരെ നല്ല ഡിവിഡൻഡ് പേയ്മെന്റും അതുപോലെ തന്നെ വിപണിയിലെ നല്ല പൊസിഷൻ സിസ്റ്റവും കൊണ്ട് സമീപകാല സ്ട്രാറ്റജിക് മൂവ്മെന്റുകളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി. അതുപോലെ തന്നെ കെയ്ൻസ് ടെക്നോളജി അതിന്റെ മാനേജ്മെന്റ് സ്ട്രെങ്തും ഒരു പരിധി വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 43 കോടി രൂപയ്ക്ക് ഇസ്ക്രോമെക്കോ ഇന്ത്യയെ ഏറ്റെടുത്തതും ഓസ്ട്രിയയുടെ സെൻസോണിക്സിനെ അതിന്റെ ഓഫറുകളിൽ ഫൈബർ ഒപ്റ്റിക് സെൻസർ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്യാനായി ഏറ്റെടുക്കുന്നതും ഉൾപ്പെടെ പല തരത്തിലുള്ള മാനേജ്മെന്റ് ടാക്ടിക്സും കെയ്ൻസ് ടെക്നോളജി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇനിയും മുന്നോട്ടേക്ക് മൾട്ടി ബാഗറായി തുടരാൻ കെയ്ൻസ് ടെക്നോളജിയെ സഹായിച്ചേക്കാം. 2024 സെപ്റ്റംബറിൽ ആരംഭിച്ച ഗുജറാത്തിലെ ഒരു സെമി കണ്ടക്ടർ യൂണിറ്റിൽ കമ്പനിയുടെ ഏതാണ്ട് 3307 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഡെഡിക്കേഷൻ എടുത്തു കാണിക്കത്തക്ക തരത്തിലുള്ള ഒരു നിക്ഷേപമാണ് കെയ്ൻസ് ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിലെ കാര്യമായ ബിസിനസ് അവസരങ്ങൾ കമ്പനി മുൻകൂട്ടി കണ്ട് അതിന് അനുചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഏറ്റെടുക്കലും അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനും കമ്പനി ചെയ്യുന്നുമുണ്ട്. Q2 ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തിലെ Q2-ൽ കെയ്ൻസ് ടെക്നോളജി 433 കോടി വരുമാനവും ഏതാണ്ട് 48.29% വാർഷിക വളർച്ചയും അറ്റാദായത്തിൽ 63 കോടിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 152% വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അറ്റാദായം 63 കോടി രൂപയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതാണ്ട് 152% വർധനയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. തുടർച്ചയായി കമ്പനി വരുമാനത്തിൽ 13.52% ഉയർച്ചയും ലാഭത്തിൽ 18.57% വളർച്ചയും കൈവരിച്ചിട്ടുണ്ട്. ഭരണപരമായ ചെലവുകൾ ഉയരുന്നുണ്ടെങ്കിലും കെയ്ൻസ് ടെക്നോളജി അതിന്റെ പെർഫോമൻസ് എഫിഷ്യൻസിയും ശക്തമായ ഡിമാൻഡ് പൈപ്പ് ലൈനും അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ബുക്കുകളും ഒക്കെ കൊണ്ട് നല്ലൊരു തരത്തിലുള്ള വളരെ വലിയൊരു വളർച്ചയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള വ്യവസായങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ തന്ത്രപരമായ ഏറ്റെടുക്കലുകൾ നടത്തുന്നതും അതുപോലെ തന്നെ ഗുജറാത്തിൽ 3307 കോടി രൂപയുടെ സെമി കണ്ടക്ടർ യൂണിറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതും അതുമൊക്കെ പോലെയുള്ള പദ്ധതികൾ കെയ്ൻസ് ടെക്നോളജിയുടെ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കേപ്പബിലിറ്റിയാണ് കാണിക്കുന്നത്. അത് അൾട്ടിമേറ്റ്ലി ഒരു വലിയൊരു മികച്ച നേട്ടം കൊണ്ടുവരാൻ കെയ്ൻസ് ടെക്നോളജിക്ക് സാധിക്കും എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജി ഓപ്ഷൻ ചെയ്യുന്നതുകൊണ്ട് കെയ്ൻസ് ടെക്നോളജിക്ക് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബേസിക് പ്രഡിക്ഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ലോകോത്തര നിലവാരത്തിലുള്ള അഡ്വാൻസ്ഡ് ട്രെയിനിങ് സിമുലേറ്ററുകളുടെ രൂപകൽപ്പന അതുപോലെ തന്നെ സിമുലേറ്ററുകളുടെ ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് എന്നിവയിൽ മുൻനിരക്കാരാണ് സെൻ ടെക്നോളജീസ്. പുതിയ സാങ്കേതിക വിദ്യകൾ അത് ഉപയോഗിക്കുന്നതിലും പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിലും സെൻ ടെക്നോളജീസ് വളരെ മുൻപന്തിയിൽ തന്നെയുള്ള ഒരു കമ്പനിയാണ് സെൻ ടെക്നോളജീസ്. ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് ഇൻഡിജിനൈസേഷന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ്. ചെറിയ ആയുധ പരിശീലന സിമുലേറ്ററുകളുമായിട്ടൊക്കെയാണ് സെൻ ടെക്നോളജീസ് ഈ ഒരു ഡിഫൻസ് സെക്ടറിലേക്ക് കടന്നു വന്നത്. PC അടിസ്ഥാനമാക്കിയുള്ള വിഷ്വൽ സിമുലേഷൻ സാങ്കേതികവിദ്യ വാണിജ്യവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് സെൻ ടെക്നോളജീസ്. ഇപ്പോൾ സെൻ ടെക്നോളജീസിൻ്റെ ടെക്നിക്കൽ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. ഷെയർ ഹോൾഡിംഗ്, പ്രൊമോട്ടർ 50%, FII 5.72%, DII 8.05%, പബ്ലിക് 34.49%. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 129, ഏർണിംഗ് പെർ ഷെയർ 15.45, റേഷ്യോസ് 28.5. 1993 സെൻ ടെക്നോളജീസ് ഹൈദരാബാദിൽ സ്ഥാപിതമായത്. ബേസിക്കലി പ്രതിരോധ സുരക്ഷാ സേനകൾക്കായിട്ടുള്ള അഡ്വാൻസ് ട്രെയിനിങ് സിമുലേറ്ററുകളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു. സിമുലേറ്ററുകളും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും ഡിസൈനും ഡെവലപ്പും ചെയ്യുന്നതിൽ എക്സ്പെർട്ടൈസാണ് കമ്പനി. ഗ്രൂപ്പിന് കീഴിലുള്ള സ്ട്രാറ്റജിക് സിമുലേഷനുകളുടെ പാർട്ട്ണർഷിപ്പിലാണ് പ്രധാനമായിട്ടും കമ്പനിയുടെ ഒരു മേജർ ബിസിനസ് ഷെയർ കിടക്കുന്നത്. ഡിഫൻസ് സൊല്യൂഷൻസും സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പും കൊണ്ട് സെൻ ടെക്നോളജി ശക്തമായ ഒരു ഫിനാൻഷ്യൽ എക്സിക്യൂഷൻ ഗ്രോത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രകടമാക്കിയിട്ടുണ്ട്. 17,267 കോടി വിപണി മൂലധനത്തോടെ സെൻ ടെക്നോളജീസിൻ്റെ ഓഹരികൾ അബ്നോർമൽ ഇൻകം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 155.54% നേട്ടവും കഴിഞ്ഞ 5 വർഷത്തിനിടെ 3,256.14% നേട്ടവുമാണ് സെൻ ടെക്നോളജീസ് ഉണ്ടാക്കിയത്. ഇതൊരു ആശ്ചര്യകരമായിട്ടുള്ളൊരു നേട്ടമാണ് സെൻ ടെക്നോളജീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഓൾറെഡി സെൻ ടെക്നോളജീസിനെ നമുക്കൊരു മൾട്ടി ബാഗറായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അതിന് ഇനിയും ആ ഒരു കപ്പാസിറ്റി, ഇനിയും മൾട്ടി ബാഗറായി നിലനിൽക്കാനുള്ളൊരു കപ്പാസിറ്റി സെൻ ടെക്നോളജീസിനുണ്ട് എന്ന് നമുക്ക് ഈ ഒരു നേട്ടങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാം. 2022 സ്റ്റോക്ക് 193.90 ട്രേഡ് ചെയ്തു. നിലവിലെ റാലി മൾട്ടിബാഗർ സാധ്യതയുടെ ഒരു വ്യക്തമായ സൂചനയാണെന്ന് കൂടി പറയേണ്ടതുണ്ട്. ഈയിടെ സെൻ ടെക്നോളജീസ് സെൻ AVT സിമുലേഷനുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. എയർ സിമുലേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി പോർട്ട്ഫോളിയോ വിപുലീകരിക്കുകയും അതിൻ്റെ ഗ്രൗണ്ട് സിമുലേഷൻ സിസ്റ്റങ്ങളെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും കൂടിയുള്ളതാണ് ഈ ഒരു ധാരണാപത്രം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അൾട്ടിമേറ്റ്ലി തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ബിസിനസ് മുന്നേറ്റത്തിന് ഈ ഒരു പോർട്ട്ഫോളിയോ വിപുലീകരണം സാധ്യമാക്കുക തന്നെ ചെയ്യും. റിമോട്ട് കൺട്രോൾ ആയുധങ്ങളിലും യുദ്ധ സാങ്കേതിക വിദ്യകളിലും കമ്പനി പുതിയതായി പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച സാധ്യത തന്നെ കാണുന്നുണ്ട്. ഇത് വരുമാനത്തിനും അതുപോലെ തന്നെ വിപണി സാന്നിധ്യത്തിലും ഗണ്യമായ സംഭാവന നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2025 സാമ്പത്തിക വർഷത്തിലെ Q2 ഫലങ്ങൾ നോക്കുമ്പോൾ സെൻ ടെക്നോളജീസ് 242 കോടി വരുമാനം നേടിയിട്ടുണ്ട്. 266.67% വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 14 കോടി രൂപയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ അറ്റാദായം 350% ഉയർന്ന് 63 കോടി രൂപയായിട്ടുണ്ട്. രണ്ടാം പാദത്തിലെ PAT 276% ഉയർന്ന് 65.24 കോടി രൂപയായിട്ടുണ്ട്. മൊത്തം വരുമാനം 277% വർദ്ധിച്ച് 250.11 കോടി രൂപയായിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ശക്തമായ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ പെർഫോമൻസ് എഫിഷ്യൻസിയെയും കാണിക്കുന്നുണ്ട്. സെൻ ടെക്നോളജീസ് ഡിഫൻസ് സെക്ടറുകളിൽ ദീർഘകാല വളർച്ചാ സാധ്യതയുള്ള ഒരു മൾട്ടിബാഗർ സ്റ്റോക്കായി സ്വയം തെളിയിച്ചു കഴിഞ്ഞ കമ്പനിയാണ്.
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അസാധാരണമായ വരുമാനം നൽകാനും ഈ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നവീകരണം, ശക്തമായ സാമ്പത്തിക പ്രകടനം, എയർ സിമുലേഷൻ സംവിധാനങ്ങളിലേക്കുള്ള വിപുലീകരണം എന്നിവയിൽ കമ്പനിയുടെ സ്ട്രാറ്റജിക് അറ്റൻഷൻ പ്രതിരോധ വ്യവസായത്തിലെ ഒരു പ്രധാന ഇന്ത്യൻ പാർട്ട്ണർ എന്ന നിലയിൽ അതിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. സെക്ടർ ആവറേജ് 50.56 താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ മൂല്യനിർണ്ണയം ഏതാണ്ട് 83.97 എന്ന PE റേഷ്യോയിൽ കാണപ്പെടുന്നുണ്ട്. 2025 ഇന്ത്യയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് സെക്ടറിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്ന നിലയിൽ സെൻ ടെക്നോളജീസ് ഒരു വളരെ നല്ല ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രെഡിക്ഷൻ നമുക്കൊന്ന് നോക്കാം. അവസാനമായിട്ട് കൺക്ലൂഷൻ. 2025 മൾട്ടി ബാഗർ വർധനവിന് സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട ഓഹരികളാണ് കെയ്ൻ ടെക്നോളജീസ് അതുപോലെ തന്നെ സെൻ ടെക്നോളജീസ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഈ 2 ഓഹരികൾ പ്രതിരോധ രംഗത്തെ പുതിയ സിമുലേറ്ററുകളും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്ന സെൻ ടെക്നോളജീസ് അതിൻ്റെ വിപുലമായ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോസ് അതുപോലെ തന്നെ വളർച്ചാ നിരക്കുകൾ, നൂതന നിക്ഷേപ തന്ത്രങ്ങൾ എന്നിവയെ ആശ്രയിച്ച് നിക്ഷേപകരുടെ നല്ല ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മൾട്ടി ബാഗർ കമ്പനിയാണ്. അതേസമയം ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ മോണോപോളിയുള്ള ദേശീയ പാതയിലൂടെ കെയ്ൻ ടെക്നോളജീസ് ഇൻഡിജനൈസേഷനിലൂടെയും ആഗോള പാർട്ട്ണർഷിപ്പുകളിലൂടെയും തന്ത്രപ്രധാനമായ മേഖലകളിലെ വിപുലമായിട്ടുള്ള സാധ്യതകളും ഉപയോഗിച്ച് സ്ഥിരമായിട്ടുള്ള വളർച്ചാ നിരക്കുകൾ നിലനിർത്തുന്നു. വിപുലമായ മാർക്കറ്റുകൾ ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞ ഈ കമ്പനികൾ, വളരെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വളരെയേറെ സാധ്യതകളുള്ള ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഈ 2 കമ്പനികൾ സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ വിപണിയിലെ പിന്തുണയും കൊണ്ട് 2025 ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് നല്ല ഒരു സെലക്ഷൻ തന്നെയായിട്ട് തുടരുകയും ചെയ്യും. ഇത്രയുമാണ് ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ പറയാനുള്ളത്. അപ്പോൾ ധനം സ്മാർട്ട് സേവിങ്സിൻ്റെ ഐ ഓപ്പണർ വീഡിയോ ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായിട്ട് വരാം. ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.